മനോഹരമായ ഒരു ദിനം കൂടി എനിക്ക് വേണ്ടി അങ്ങ് ഒരുക്കി വെച്ചു. എന്നെ വിളിച്ചുണർത്തിയതിന് നന്ദി പറയുന്നു. ഈ ദിവസം കടന്നു പോകുമ്പോൾ അങ്ങ് എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കുകയും അങ്ങയുടെ കൃപ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായതെല്ലാം അങ്ങ് ഒരുക്കി വയ്ക്കണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങയുടെ ജ്ഞാനം എൻ്റെ ആത്മാവിൽ പകരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് അങ്ങയുടെ കരുണ ഒഴുകണമേ. ഇന്നത്തെ എൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. എൻ്റെ കാലുകളെ നിയന്ത്രിക്കുകയും എൻ്റെ കൈകളെ നീതിയുടെ പാതയിലേക്ക് നയിക്കുകയും ചെയ്യണമേ. ഇന്നലെ വരെ എന്നെ വേട്ടയാടിയ സങ്കടങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇന്ന് കടന്നു വന്ന് എന്നെ സന്തോഷത്തെ ഞെരുക്കുവാൻ അങ്ങ് അനുവദിക്കരുതേ. ഇന്ന് എന്നെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദിവസവും ആക്കി തീർക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്നവ മാത്രം കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും സ്പർശിക്കുകയും ആസ്വദിക്കുകയും ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങ് അയക്കാത്ത യാതൊന്നും എൻ്റെ അടുക്കൽ കടന്നുകൂടാതിരിക്കട്ടെ. അങ്ങ് വീണ്ടും വരുമെന്ന വാഗ്ദാന വചനത്തിൽ വിശ്വസിച്ച് അങ്ങയെ മാത്രം കാത്തിരിക്കാൻ എൻ്റെ ആത്മാവിനോട് കൽപ്പിക്കണമേ. ഇന്ന് എന്നെ കാത്തിരിക്കുന്ന നന്മയും തിന്മയും എനിക്കറിയില്ല പിതാവേ, എങ്കിലും എൻ്റെ വഴികൾ അങ്ങേക്ക് അറിവുള്ളതാണ്. തിന്മയായിട്ടുള്ളതെല്ലാം നന്മയാക്കി മാറ്റുവാൻ വേണ്ട കൃപകൾ എൻ്റെ മേൽ ചൊരിയണമേ. ഇന്നത്തെ ദിവസം ഞാൻ മൂലം ആരും ദുഃഖിക്കുവാൻ ഇടവരുത്തരുതേ. സ്നേഹവും നന്മയും ആവുവോളം നിറച്ചു എന്നെ കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിച്ചാലും എനിക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്നെ സജ്ജമാക്കണമേ. കർത്താവെ, നീ എന്നെ ഒരിക്കലും നിരാശനാക്കില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായും അങ്ങയുടെ സംരക്ഷണത്തിന് നൽകിക്കൊണ്ട് ഞാൻ ഈ ദിവസത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ വഴി നടത്തണമേ. ഈശോയെ, എൻ്റെ ശരീരത്തിനു കരുത്തും മനസ്സിന് ശാന്തിയും ബുദ്ധിക്കത്വവും ആത്മാവിന് കൃപകളും നൽകണമേ. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുക ദൈവിക സന്ദേശം ലഭിച്ച അമ്മയുടെ തിടുക്കത്തിലുള്ള യാത്രയെക്കുറിച്ചാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ലൂക്ക 1-ാം 46-47 വാക്യങ്ങൾ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ദൈവമേ, ദൈവകൃപയുടെ നിറവിലും ആനന്ദത്തിലും ജീവിതം മുഴുവൻ തിരുവിഷ്ടമനുസൃതമായി രൂപാന്തരപ്പെടുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഓരോ ദിനവും അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്തവ്യങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലെ അനുദിന സാധാരണമായ ജോലികളെ പോലും ഏറ്റവും അനുഗ്രഹീതമായി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള കൃപ തരണമേ. ഉയർന്ന വരുമാനമുള്ള ജോലി കിട്ടിയാൽ, സാമ്പത്തിക സമൃദ്ധിയുണ്ടായാൽ, ഭാഗ്യക്കുറിയടിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതാതെ ജീവിതത്തിലെ ഏതൊരു കുറവുകൾക്കും പ്രതിസന്ധികൾക്കുമിടയിലും കർത്താവിൽ ആനന്ദിക്കാൻ ഞങ്ങളെ ഹൃദ്യമാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രാപ്തരാക്കി അരുളണമേ. ജീവിതത്തിൽ തിരഹിതമനുസരിച്ചുള്ള സകല നന്മകളും അവിടുന്ന് ഞങ്ങൾക്ക് സാധ്യമാക്കുമെന്ന ദൃഢമായ വിശ്വാസത്തിന് മുൻപിൽ സംഭവിക്കാതിരിക്കുന്നവയൊന്നും ഞങ്ങളെ ഭാരപ്പെടുത്താതിരിക്കട്ടെ. ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും അവിടുന്ന് തിരുമനസ് മാത്രം ഞങ്ങളെ നിറവേറ്റപ്പെടട്ടെ എന്ന് അവിടുത്തോട് പ്രത്യുത്തരിക്കാനും തലമുറകൾ തോറും വർഷിക്കപ്പെടുന്ന അവിടുത്തെ കരുണയിലും സ്നേഹത്തിലും ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയിൽ ഫലദായകമാക്കുവാനും ഞങ്ങളെ അങ്ങയിൽ അനുഗ്രഹിച്ചുയർത്തുകയും ചെയ്യണമേ. ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദിവ്യകാരുണ്യമേ, ഹൃത്തിലാനന്ദമേ, ദിവ്യകൂതാശയായി എന്നിലലിയോ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, എന്നെ പൂർണ്ണമായി നിന്റേതായി മാറ്റൂ.
ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സ്നേഹം എൻ്റെ മേൽ ഒഴുക്കി എന്നെ അങ്ങ് ഓർമ്മിച്ചിരിക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ അങ്ങ് അയക്കാത്തതും അങ്ങ് ആഗ്രഹിക്കാത്തതും അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതുമായ യാതൊന്നും കടന്നു വരാതിരിക്കാൻ ഇടയാകട്ടെ. പ്രലോഭനങ്ങളും പ്രതിസന്ധികളും എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. ഇന്നലെ വരെ ഞാൻ കടന്നു വന്ന യാതൊരു സങ്കടങ്ങളും പ്രയാസങ്ങളും ഇന്നെന്നെ ഭരിക്കുവാനിടയാക്കരുതേ. വിശുദ്ധിയുടെ മാർഗത്തിലൂടെ എന്നെ നയിച്ചാലും ഞാൻ എനിക്കുള്ള സമസ്തവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എന്നെ ഉപേക്ഷിക്കരുതേ. ഈശോയെ, ഇന്നത്തെ ദിവസം എൻ്റെ ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ ഒഴുക്കുന്ന ദിവസമായി തീരട്ടെ. ഈ പ്രഭാതത്തിൽ അങ്ങ് എനിക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നന്മ കാണുവാൻ എന്നെ അനുവദിക്കണമേ. ഇന്നത്തെ ദിവസം എന്നിലേക്ക് പാഞ്ഞെടുക്കുന്ന എല്ലാ അനർത്ഥങ്ങളെയും അങ്ങ് തട്ടിമാറ്റണമേ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനത്തിൽ നാം കാണുന്നത് രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ച് പാട്ടുപാടിക്കൊണ്ട് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുന്നതാണ്. മഴയായി പൊഴിയോ മനസ്സിൻ പൂവിൽ, സ്നേഹക്കുളിരായി നിറയോ ഇന്നെന്നത്തിൽ, നിത്യം ആരാധന സ്തുതി നാഥാ, നിത്യം ആരാധന സ്തുതി നാഥാ. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല, തൻ്റെ ഇളയമക്ക് കൂടി ലഭിച്ച അനുഗ്രഹത്തിന് സ്വാർത്ഥതയില്ലാതെ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മ, പരിശുദ്ധ അമ്മയെപ്പോലെ പരസ്പരം നന്മയായി പ്രാർത്ഥിക്കുവാനും എനിക്ക് ചുറ്റുമുള്ള സഹോദരങ്ങൾക്കും എനിക്കും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ദൈവത്തോട് നന്ദി പറയുവാനും അവിടത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്കും പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയിൽ വളർന്ന് സുഹൃതങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് സ്വായത്തമാക്കാം. അതിനായി സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. ദൈവമേ, എന്നെ സഹായിക്കണമേ. ഞാൻ ആയിരിക്കുന്ന ഇടത്ത് എനിക്ക് ബലം നൽകണമേ. എൻ്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് വിജയം നൽകണമേ. എന്നെ ക്രമപ്പെടുത്തണമേ. എന്നെ വഴി നടത്തണമേ. എൻ്റെ കണ്ണുകൾക്ക് വെളിച്ചവും ചുണ്ടുകൾക്ക് പുഞ്ചിരിയും മനസ്സിന് സമാധാനവും ആവശ്യങ്ങളിൽ സഹായവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. നിങ്ങളുടെ കടബാധ്യതകൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ പങ്കെടുക്കുക. തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കടബാധ്യതകൾക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരും. നിങ്ങളുടെ നിയോഗത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. സങ്കീർത്തനങ്ങൾ 10-ാം അധ്യായം 14-ാം വാക്യം. അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും, അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിൻ്റെ അഭിഷേകത്താൽ അങ്ങയുടെ കരങ്ങൾ നീട്ടി ഞങ്ങളുടെ കടം വീട്ടുവാനുള്ള മാർഗം അവിടുന്ന് കാണിച്ചു തരണമേ. എത്രയും ദയയും കരുണയും നിറഞ്ഞ ഈശോയെ, എൻ്റെ നിയോഗത്തിനൊത്തവണ്ണം എന്നെ അനുഗ്രഹിക്കണമേ. പാപികൾക്കു വേണ്ടി അവിടുന്ന് ചിന്തിയ അമൂല്യമായ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. കരുണയുള്ള ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മക്കളെയും അങ്ങ് കൈവിടരുതേ. ഈശോയുടെ തിരുനാമമേ, മാധുര്യമേറിയ തിരുനാമമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. അങ്ങേ തിരുനാമത്തെ പ്രതി എന്നെ ഈ കടത്തിൽ നിന്ന് മോചനം നൽകണമേ. അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ രക്ഷയായ ഈശോയെ, എന്നെ കൈവിടരുതേ. വിശുദ്ധ അമ്മയുടെ മകനായ ഈശോയെ, ഞങ്ങളെ കൈവിടരുതേ. തീർച്ചയായും അമ്മ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും. ദൈവജനനിയായ പരിശുദ്ധ അമ്മേ, അമ്മയെ ഞങ്ങളുടെ മാതാവും രക്ഷയുമായി ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നിത്യം ആരാധന സ്തുതി നാഥാ.